ശബരിമലയിൽ ഒരുപാട് കെട്ടുകഥകളുണ്ട്. ഇപ്പം എത്ര പോയി മടുത്താലും ശബരിമലയിൽ പോകുന്ന ആരും വേണ്ടെന്ന് വയ്ക്കത്തില്ല. ശബരിമലയിൽ പോകുന്നതിന് ഒരുപാട് കഥകളാണ്, കെട്ടുകഥകളാണ്. പുള്ളിപ്പുലിയുടെ പാലിനാണ്, അത് പുള്ളിപ്പുലി ഭയങ്കര അഗ്രസീവ്, അതിനാണ് പുള്ളിപ്പുലിയുടെ പാല് തന്നെ വേണമെന്ന് പറഞ്ഞത്. ഇവർ വരച്ചു വെച്ചിരിക്കുന്ന അത്രയും കടുവയുടെ പടമാണ്. പുലിവാഹനനായെങ്കിൽ മാത്രമേ പുലിവാഹനാവുന്നുള്ളൂ. കടുവപ്പുറത്ത് വരുന്ന അയ്യപ്പനാരാ? മഹാബലിയെ വാമനൻ ചവിട്ടിത്താത്ത പോലെ പാതാളത്തിലേക്ക്. പാതാളമാണ് അദ്ദേഹത്തിൻ്റെ ലോകം. അവിടത്തേക്ക് കൊടുക്കുകയാണ്, മോക്ഷം കൊടുക്കുക അദ്ദേഹത്തിന് പോകാൻ വേണ്ടി. മോക്ഷം കഴിഞ്ഞു, പിന്നെ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ തുണിയായിട്ട് സമയം കണ്ട മോക്ഷം കിട്ടുമല്ലോ. ഉടുതുണി പോലും ഉപേക്ഷിക്കണമെന്നാണ്. ഉടുതുണി മോക്ഷത്തിലേക്ക് പോകുന്ന ഒരാളിന് ഉടുതുണി വേണമെന്ന്. സഹസ്രാരത്തിൽ ഗുരു വയ്ക്കുന്ന കെട്ട് നമ്മളെടുത്ത് തോളിയിടാൻ പാടില്ല. ദുഷ്ടനായാലും കള്ളനായാലും ആരായാലും മോഷ്ടിക്കാൻ നിന്നവനായാലും കണ്ണുറന്ന് നോക്കിയാൽ ദേവനെ കാണാം. പക്ഷെ ദേവൻ അയ്യപ്പൻ എന്നെ കാണണം. ഞാൻ അയ്യപ്പനെ കാണുന്നതല്ല, അയ്യപ്പൻ എന്നെ കാണണം. അതാണ് ദർശനം. ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിലെ ആചാരമനുസരിച്ചാണ് ഞാൻ പോകുന്നത്. എന്നെ തീർച്ചയായിട്ടും ആ ദേവൻ കണ്ടിരിക്കും. അതാണ് വിശ്വാസം. ഈശ്വരൻ എന്നെ കാണും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വേണം. ശബരിമലയും ശ്രീചക്രവും ശ്രീവിദ്യയും എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാവുന്നത്. അതെ. ഈ അയ്യപ്പൻ എവിടെ നിന്നാണ് ഈ ശ്രീവിദ്യ പഠിച്ചത് എന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും? അതിനെക്കുറിച്ച് മിക്കവാറും ഇവിടുന്ന് തന്നെ. അയ്യപ്പൻ പിന്നെ അവതാരമാണല്ലോ, അദ്ദേഹത്തിന് പിന്നെ ഇത് പഠിക്കേണ്ട കാര്യമില്ല, അവതാരമാണ്. പിന്നെ വിദ്യയെല്ലാം അഭ്യസിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. മധുര മീനാക്ഷിയിൽ നിന്നാണ്, അതായത് രാജശേഖരൻ, പന്തളം രാജാവായിരുന്നു രാജശേഖരൻ. അദ്ദേഹം വന്ന് മധുരയിൽ നിന്ന് വന്ന് അവിടുത്തെ മീനാക്ഷിയായിട്ടാണ് വന്ന്. അതിനെയാണ് ഭഗവതിയായിട്ട് സങ്കല്പിച്ച് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയായിട്ട് ഇരുത്തിയേക്കുന്നതെന്നും സങ്കല്പമുണ്ട്. അങ്ങനെ വിശ്വാസമുണ്ട്. പിന്നെ ഈ കല്യാണം കഴിക്കാതിരിക്കുന്ന കുറേ ചുമ്മാതാണ്, അതൊക്കെ ചുമ്മാ. സ്വാമി അയ്യപ്പ സീരിയൽ വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള കഥകളൊക്കെ ഒരുപാട്. അല്ല, ശബരിമലയിൽ പോകുന്നതിന് ഒരുപാട് കഥകളാണ്, കെട്ടുകഥകളാണ്. അത് നമ്മൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പം തന്നെ നമ്മൾ പുലിപ്പാലിനാണ് പോയത്. ഭഗവാൻ പുലിയല്ല പടത്തിൽ കാണിക്കുന്നത്, കടുവയെ. അത് ചോദിച്ചാൽ പറയും വരയും പുലിയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. പുലിയുടെ പാലുണ്ടെങ്കിൽ കൊള്ളാം ഔഷധം എന്നോതി ഇത് തന്നെ ഉണ്ട്. പുലിയുടെ പാലിനാണ്, അത് പുള്ളി ഭയങ്കര അഗ്രസീവ്, അതിനാണ് പുലിയുടെ പാല് തന്നെ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ പോയാണ് പുലിയുടെ പാലെടുക്കുക. ഇവർ വരച്ചു വെച്ചിരിക്കുന്ന അത്രയും കടുവയുടെ പടമാണ്. ആ സീരിയലിൽ പോലും കടുവയുടെ പുറത്ത് അയ്യപ്പൻ വരുന്നത്. ഇത് തെറ്റാണ്. നമ്മളെന്താണ് നമ്മുടെ ചിന്തിക്കുന്നൊന്നുമില്ല. നമ്മൾ ആ ഒഴുക്കിലങ്ങ് പോവുക. ആ ദേവതാ സങ്കല്പം തന്നെ മാറിപ്പോവുക. സങ്കല്പം മാറിപ്പോവുക. ഇപ്പം പുലിവാഹനനായെങ്കിൽ മാത്രമേ പുലിവാഹനാവുന്നുള്ളൂ. കടുവപ്പുറത്ത് വരുന്ന അയ്യപ്പനാരാ എന്ന് പറഞ്ഞാൽ കഥകൾ എല്ലാം മാറ്റിമറിച്ചിരിക്കുക. നമ്മുടെ മഹാബലിയെ വാമനൻ ചവിട്ടിത്താത്ത പോലെ പാതാളത്തിലേക്ക്. പാതാളമാണ് അദ്ദേഹത്തിൻ്റെ ലോകം. അവിടത്തേക്ക് കൊടുക്കുകയാണ്, മോക്ഷം കൊടുക്കുക അദ്ദേഹത്തിന് പോകാൻ വേണ്ടി. പക്ഷെ നമ്മൾ പഠിച്ച പാതാളത്തിലേക്ക് നല്ലൊരു രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിരുന്നു. അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഒരുപാട് കെട്ടുകഥകളുണ്ട്, മിക്കവാറും പേർക്ക് അറിയത്തില്ല. അല്ല, ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത് ശബരിമലയിൽ ശ്രീചക്ര ഉപാസനയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഒരു ശബരിമല യാത്ര എന്ന് പറയുന്നത് ഒരു ചക്രം പൂർത്തിയാക്കുന്നത് പോലെയാണ് എന്ന്. അതെ, അത് നമ്മളെല്ലാം ഈ ശരിക്കും പറഞ്ഞാൽ രഹസ്യാത്മകമായിട്ട് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഇപ്പം കേരളത്തിൽ നിന്ന് കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇപ്പോൾ വടക്കേന്ത്യയിൽ നിന്ന് വരെ വരുന്നുണ്ട്. ഇവരെല്ലാം ശരിക്കും രഹസ്യമായിട്ട് ശ്രീവിദ്യ പദ്ധതി നടത്തുക. ഈ വസ്ത്രമൂരിക്കളയില്ലേ ശബരിമലയിൽ, അതിനെന്തെങ്കിലും വസ്ത്രമൂരിക ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പാടില്ല എന്ന് പറയുന്നുണ്ട്, അവിടെ പരസ്യം ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരത്തിനെ ഞാൻ അവിടെ കൊണ്ടുപോയി എൻ്റെ പ്രാണനെ മാറ്റി എൻ്റെ ബാക്കി വരുന്ന രണ്ട് മുറി ശരീരത്തെ ഞാൻ അഗ്നിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ എന്നെ സ്വയം അഗ്നിക്ക് സമർപ്പിച്ചു കഴിഞ്ഞ് ഞാൻ വന്ന് ശുദ്ധിയാകണം. ഇപ്പം ഇത്രയും കഴിഞ്ഞ് മോക്ഷം കഴിഞ്ഞു, പിന്നെ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ തുണിയായിട്ട് ഞാൻ വീട്ടിൽ പോകാൻ പാടില്ല എന്ന് മറ്റുള്ള സംസ്ഥാനക്കാർ. ശരിക്കും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് ബാക്കിയുള്ള കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. വസ്ത്രം ഉപേക്ഷിച്ച്, അതായത് വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഞാൻ പുതിയൊരാളായിട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. ഞാനിപ്പോൾ ഈ വസ്ത്രം എടുത്ത് പിഴിഞ്ഞ് കൊടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാനിപ്പം നമ്മുടെ വീട്ടിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞു,
മരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആരെങ്കിലും മരിച്ച് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ തുണി ഉപേക്ഷിക്കുകയെന്ന്, ആ തുണി ഉപേക്ഷിക്കും, അതുമായിട്ട് നമ്മൾ വിറയ്ക്കകത്ത് കയറത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇത് തന്നെയാണ്. നമ്മുടെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. അതെ, നമ്മൾ അവിടെ ഉപേക്ഷിക്കുക അത്. കാരണം മോക്ഷം, സമയം കണ്ട മോക്ഷം കിട്ടുമല്ലോ. ഉടുതുണി പോലും ഉപേക്ഷിക്കണമെന്നാണ്. ഉടുതുണി മോക്ഷത്തിലേക്ക് പോകുന്ന ഒരാളിന് ഉടുതുണി വേണമെന്നില്ല. അതാണ് ആ പൂർണ്ണമാകുന്നത്. പിന്നെ ഇപ്പോൾ അവിടെ അശുദ്ധി ആകുന്നുണ്ട് ഈ പമ്പയിൽ വീണ്ടും. പക്ഷേ അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം, അത് മാറ്റണം, വാരി മാറ്റണം. അത് അവർ നമ്മൾ മലയാളികളെ ശ്രദ്ധിച്ചാൽ മിക്കവാറും ചെരുപ്പിട്ടുണ്ടാവുന്നത്. ആ പുണ്യപാവനമായ ശബരിമല ചെരുപ്പിട്ടുണ്ട്, അത് പാടില്ല, ചവിട്ടാൻ പാടില്ല. മലയിൽ ചെരുപ്പിട്ട് ചവിട്ടാൻ പാടില്ല. അല്ലാതെ നഗ്നപാതനായിട്ട് വേണം പോകാൻ. നമ്മുടെ ശരീരവും ഭൂമിയായിട്ടുള്ളൊരു സമ്പർക്കം ഉണ്ടാകണം. അങ്ങനെ തന്നെ വേണം. അത് മറ്റുള്ള സംസ്ഥാനക്കാരെല്ലാം അങ്ങനെ ആയിരുന്നു. അവരുടെ ഇരുമുടി ഗുരു അല്ലാണ്ട് ആരും താത്തു വയ്ക്കത്തില്ല. സഹസ്രാരത്തിൽ ഗുരു വയ്ക്കുന്ന കെട്ട് നമ്മളെടുത്ത് തോളിയിടാൻ പാടില്ല. ഇന്ന് പലരും അത് ബാഗിലൊക്കെ ഇട്ടുകൊണ്ടാണ്, ബാഗിലിട്ടുകൊണ്ട് പോകുന്നതാണ്, തോളി വെച്ചുകൊണ്ട് വേണം. വേറൊരാളുടെ ഇരുമുടി മറ്റൊരാൾ വാങ്ങിച്ചുകൊണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നൊരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും അവരുടെ തലേന്ന് ഒരു കെട്ടും പോകാതിരിക്കാൻ. ഗുരുക്കന്മാർ മാത്രം ആണത് അഴിച്ച് മാറ്റിയിരിക്കുന്നത്. കാരണം ആ ഇരുമുടി ചുമന്ന് തന്നെ കയറ്റണം, തലച്ചുമടായിട്ട്. തോളിൽ വെച്ച് കൊണ്ടുപോകാൻ പാടില്ല ഇരുമുടി. തോളിൽ വെച്ച് ചുമക്കുന്നത് ചുമടല്ല. പിന്നെ അത് നമ്മളെ വെറും അതിനെ അതുപോലെ കണ്ടിട്ടാണ്. സഹസ്രാരത്തിൽ ഗുരു വെച്ച് വരുന്ന താത്തു വയ്ക്കാൻ നമുക്ക് അധികാരമില്ല. അത് ചെയ്യണമെങ്കിൽ ഗുരു ചെയ്യണം. അഥവാ നമ്മൾ താത്തു വെച്ചാൽ അത് നമ്മുടെ ശിരസിൽ തന്നെ ഇരിക്കണം. ചുമട് ശിരസിലാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊന്നുമല്ല, കൈ തൂക്കിക്കൊണ്ട് പോകുന്നവരാണ്, അത് വേറെ കിറ്റിലിട്ടുകൊണ്ട് പോകുന്നതാണ്. ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ആട്ടി അങ്ങനെയൊന്നും അല്ല. നമ്മൾ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ പുണ്യമായി തന്നെ ചെയ്യണം. അല്ലാണ്ട് അത് എന്തെങ്കിലും ഒരു നമ്മൾ ഈ അരിയും തേങ്ങയും അവിടെ കിട്ടാഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ക്ഷാമമാണെന്നുള്ള രീതിക്ക് ചില ഇത് കൊണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ ശരിക്കും നമ്മൾ ആചാരങ്ങൾ അറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ദർശനം എന്ന് പറയുന്നുണ്ട്. ഇപ്പം ദർശനം എന്ന് പറഞ്ഞാൽ ദേവദർശനം. ഇപ്പം നമ്മൾ ചെന്നു, ഇപ്പം ദർശനം, ഇപ്പം ദുഷ്ടനായാലും കള്ളനായാലും ആരായാലും മോഷ്ടിക്കാൻ നിന്നവനായാലും കണ്ണുറന്ന് നോക്കിയാൽ ദേവനെ കാണാം. പക്ഷേ അയ്യപ്പൻ എന്നെ കാണണം, അയ്യപ്പൻ എന്നെ കാണണം എന്നുള്ള അതാണ് ദർശനം. ഞാനതിന് യോഗ്യനായിരിക്കണം. ഞാൻ അയ്യപ്പനെ കാണുന്നതല്ല, അയ്യപ്പൻ എന്നെ കാണണം, അതാണ് ദർശനം. ഞാൻ അതിന് യോഗ്യനായിരിക്കണം. യോഗ്യനാണെന്നുള്ളൊരു ഉറപ്പ്, വിശ്വാസം എനിക്ക് വേണം. ഞാൻ അയ്യപ്പൻ്റെ തത്വം അനുസരിച്ചാണ് ശബരിമലയിൽ പോയത്. എന്നെ ഭഗവാൻ തീർച്ചയായിട്ടും അയ്യപ്പൻ എന്നെ കാണും, എന്നെ ദർശിക്കും. അതാണ് ദർശനം. പിന്നെ വിശ്വാസം. ഞാൻ അയ്യപ്പൻ്റെ തത്വം, അയ്യപ്പൻ എന്നല്ല, ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിലെ ആചാരമനുസരിച്ചാണ് ഞാൻ പോകുന്നത്. എന്നെ തീർച്ചയായിട്ടും ആ ദേവൻ കണ്ടിരിക്കും. അതാണ് വിശ്വാസം, ഈശ്വരവിശ്വാസം. അല്ല, നമ്മൾ ഈശ്വരനെ വിശ്വസിക്കും. നമ്മളാരാ? ഈശ്വരന് നമ്മുടെ വിശ്വാസം ഇല്ലെങ്കിൽ ഈശ്വരന് കുഴപ്പമൊന്നുമില്ല. ഈശ്വരൻ എന്നെ കാണും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വേണം. ഇതൊക്കെ എൻ്റെ കാരണം 10-12 വർഷം ശബരിമല ജീവിച്ചതുകൊണ്ടും പിന്നെ ശ്രീവിദ്യയിലേക്ക് വന്നതുകൊണ്ടും. ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് 12 കൊല്ലം ശബരിമലയിലെ പണികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ചെയ്തു. ലാസ്റ്റ് ഇപ്പോഴും 18-ാം പടിയുടെ വാതിലിൽ പിച്ചള ഗേറ്റ് ഉണ്ട്. അത് പന്തളത്ത് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യായിരുന്നു. പിന്നെ മേലെ തിരുമുറ്റത്ത് കല്ലുകൾക്ക് അന്ന് കല്ലിൻ്റെ ഇടയിൽ ഗ്രൗട്ടാണ്, സിമെൻറ്റ്. അപ്പോൾ അത് വെള്ളം ഊറി താഴേക്ക് വരുമായിരുന്നു ഈ ചോർന്നിട്ട്. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി ഒഴിച്ചു. അതൊരു 5-6 മാസത്തെ പണി ഉണ്ടായിരുന്നു. ഒരുക്കി ഒഴിച്ച് അത് ബലപ്പെടുത്തി. അപ്പം ഒരുക്കുന്നതുകൊണ്ട് കല്ല് അനങ്ങത്തില്ല. ഒരു സൈഡ് അനങ്ങിയാൽ ഇങ്ങനെ സൈഡ് ബലക്കും. അങ്ങനെ കല്ല് ഈയത്തിലിരിക്കുന്ന അനങ്ങത്തില്ല. ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ കല്ലുകൊണ്ടുള്ള നിർമ്മിതിക്കെല്ലാം ഈ കർത്തീയത്തിൻ്റെ പാളിയുണ്ട്, അനങ്ങത്തില്ല, അവിടെ ഇങ്ങനെ ഇരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് ഒരുക്കി ഒഴിച്ച് അവിടെ ബലപ്പെടുത്തി അതായത് വെള്ളം താഴോട്ട് പോകാത്ത രീതിയിൽ ആക്കി. എന്നുവെച്ചാൽ ആൾ ചവിട്ടി നിൽക്കുന്നതോറും ഇത് ബലക്കത്തേ ഉള്ളൂ, വെള്ളം ഒരു ശകലം പോലും ലീക്കാകത്തില്ല. അങ്ങനെയുള്ളൊരിത് അന്ന് ചെയ്തിട്ടാണ് 2014-15 പിന്നെ ഇങ്ങനെ ഇറങ്ങായിരുന്നു. പിന്നെ ഇറങ്ങിയത് ഭഗവാൻ എന്നെ മേരുവിലേക്കാണ് കൊണ്ടുവന്നത്. അത് അവിടുത്തെ
കഴിഞ്ഞു പിന്നെ മേരുവിലേക്ക് വരിക. പിന്നീടാണ് ആലോചിക്കുമ്പോൾ ഭഗവാൻ ശരിക്കും ഇതിലേക്ക് നമ്മളെ മാറ്റുമായിരുന്നു. അതായത് പിന്നെ ആലോചിക്കുമ്പോഴേ ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ശബരിമലയും ശ്രീചക്രവും ശ്രീവിദ്യയും എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാവുന്നത്. അതെ, എൻ്റെ ആ പൊരുൾ മനസ്സിലാവുന്നത്.